തിരുവനന്തപുരത്ത് മണക്കാട് വീട്ടിൽ അതിക്രമിച്ചു കടന്ന് സംഘം വീട്ടമ്മയുടെ 10 പവനോളം സ്വർണം കവർന്നു. ഇന്നലെ രാവിലെ 10 മണിയോടെയാണ് മുനിസിപ്പാലിറ്റി ജീവനക്കാരെന്ന വ്യാജേന എത്തിയ സംഘം മോഷണം നടത്തിയത്. തിരുവനന്തപുരം മുക്കോലക്കൽ ഇന്നലെ പകലാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി ആഭരണങ്ങൾ കവർന്നുകൊണ്ട് പോകുന്ന സംഭവം ഉണ്ടായത്. മണക്കാട് മുക്കോലക്കൽ ഭാഗത്ത് ശ്രീ ശിവ റെസിഡൻസിയിലുള്ള 2ാമത്തെ ഫ്ലോറിലെ ഫ്ലാറ്റിലാണ് സംഭവം നടക്കുന്നത്. ഈ ഫ്ലാറ്റിൽ അദ്ദേഹത്തോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കാണ് ഒരു പ്രശ്നം ഉണ്ടായത്. എന്താണെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കാം. എന്താണ് ഇന്നലെ ഉണ്ടായ സംഭവം? ഇന്നലെ നടന്ന ഒരു 10:40 കൂടിയാണ് ഇത് നടന്നത്. ഒരു പകല് 10:40. അതായത് രാവിലെ ഒരു ലേഡിയും ഒരാണും വന്നിട്ട് കതവ് മുട്ടി, മറ്റേ ജനൽ തട്ടി, ഇത് ബെല്ലടിച്ചെന്നാണ് അമ്മ പറയണത്. അപ്പം അമ്മ സാധനം പൊതുവെ ആരും വന്നാലും അങ്ങനെ തുറക്കാറില്ല, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തുറന്നിട്ട് ചോദിച്ചു ഒരു ചപ്പും ചറുമൊക്കെ എവിടെയാണ് കളയണമെന്നൊക്കെ രീതിയിലാണ് ചോദിച്ചത്. അപ്പോൾ അമ്മ പറഞ്ഞു നമ്മൾക്കറിയില്ല, അത് ഓണറിൻ്റെ ഇതിലാണ്. അപ്പോൾ ഓണറിൻ്റെ നമ്പർ തരാൻ പറഞ്ഞു. ഓണറിൻ്റെ നമ്പർ തരാൻ വേണ്ടിയിട്ട് അമ്മ മൊബൈലെടുത്ത് നമ്പർ കൊടുക്കാൻ ജസ്റ്റ് ഒന്നും അതിൽ തുറക്കണമല്ലോ. തുറക്കണ സമയത്ത് ആ ലേഡീനെയും ആണിനെയും തട്ടി മാറ്റി ബാക്കിൽ 2 ആണുങ്ങൾ ഇവരെ തട്ടി മാറ്റി ഉള്ളിൽ കയറി. അപ്പോഴത്തേക്ക് അവർ പോയി, ആ വന്ന ആണും പെണ്ണും പോയി ഇവരെ തട്ടിമാറ്റി ഉള്ളിൽ കയറിയിട്ട് അമ്മയുടെ മാലയും ബലം പ്രയോഗിച്ച് മറ്റേ വളയൊക്കെ ബലം ഊരി, മാല ഊരി അമ്മയെ ഇവിടേക്ക് ഒന്ന് ഇതാക്കിയിട്ട് റൂമിൽ കടത്തിയിട്ടാണ് അവർ കൊണ്ടുപോയത്. ആ സമയത്ത് അമ്മ ഒച്ചമ്പകളൊക്കെ ഉണ്ടാക്കി. അപ്പോഴത്തേക്കും അവർ പോയപ്പോഴേക്കും അവർ ഈ വഴി നടന്നു പോയി കഴിഞ്ഞു. അപ്പോഴത്തേക്കാണ് പിന്നെ ആൾക്കാർ വന്ന് എന്നെ വിവരം അറിയിച്ചത്. ഞാൻ ഓഫീസിലായിരുന്നു. അറിയിച്ച് ഞാൻ ഓടി ഇങ്ങോട്ട് വരുമ്പോഴേക്കും പോലീസും വന്നു. പിന്നെ അമ്മേനെ ഇങ്ങനെ ഡോക്ടറെ അടുത്തൊക്കെ ഒന്ന് കാണിച്ചു. പോലീസിൽ FIR കൊടുത്തു. ഇങ്ങനെ വന്നു. അപ്പോൾ അവർ കയറിയപ്പോൾ ഈ കയറിയവർ ബലം പിടിച്ചാണ്, വാള കുറച്ച് ടൈറ്റായിരുന്നു എന്നുണ്ട്. അപ്പോൾ ബലം പിടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. പിന്നെ ഈ മാല ഊരാനുമാണെങ്കിലും അവർ ഇവിടെ അടിക്കും, ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ പിടിച്ചിട്ടാണ് ഈ മാലയൊക്കെ ഊരി കൊണ്ടുപോയത്. പോണ കൂട്ടത്തിൽ മൊബൈലും അവർ കൊണ്ടുപോയി. നമ്മുടെ മൊബൈലും കൊണ്ടുപോയി. എത്രത്തോളം പവന നഷ്ടപ്പെട്ടിട്ടുണ്ട്? ഏകദേശം ഒരു 10 പവനോളം വരുന്നുണ്ട്. കാരണം മാലയും വളയും ചേർത്തിട്ട് അത് അത്രയുണ്ട്. അമ്മ മാത്രമായിരുന്നു? അമ്മ മാത്രമായിരുന്നു. കാരണം ഞാനും അമ്മയും മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ ആരുമില്ല. നിങ്ങൾ എവിടുന്ന്? ഇവിടെ എയർ ഇന്ത്യ എഞ്ചിനീയറിംഗിലാണ് ജോലി. ചക്കയിൽ ഇന്റർനാഷണൽ എയർപോർട്ടിനോട് അടുത്ത് ചെയ്യണം. പോലീസ് എന്താണ് പറയുന്നത്? പോലീസ് പറഞ്ഞത് അവർ നന്നായിട്ട് ഇത് അന്വേഷിക്കുന്നുണ്ട്, അവർ പിടിച്ച് തന്നിരിക്കും എന്നുള്ളൊരു ഉറപ്പാണ് അവർ ഇന്നലെ രാത്രിയും എനിക്ക് അവർ തന്നത്. അവരുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ട് നല്ല സപ്പോർട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും പറയാൻ പറ്റില്ല. അവർ അത്രയും നന്നായിട്ട് നമ്മളെ നമ്പറുകളും തന്നിട്ടുണ്ട്. ആരെവേണമെങ്കിലും എപ്പോഴെങ്കിലും വിളിച്ചോളം പറഞ്ഞിട്ടുണ്ട്. അവരും ഓടി വന്നു, അവരെല്ലാത്തിനും സഹായിച്ചു. അവരുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ഇതുവരെ നമുക്ക് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകളാണ്? അല്ല, അതാണ് ഈ വന്ന് ബാക്കിൽ ഇവരെ തട്ടിമാറ്റി 2 പേര് കയറി എന്ന് പറഞ്ഞല്ലോ. ആ 2 പേര് അമ്മ പറയണു ചൊവ്വാഴ്ച, അതായത് ഇന്നലെ നടന്നത് വെള്ളിയാഴ്ചയാണല്ലോ, ഈ ചൊവ്വാഴ്ച ദിവസം അവർ ഇതേമാതിരി മുകളിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ 2nd ഫ്ലോറിലാണ്. മുകളിലേക്ക് വന്നിട്ടുണ്ട്. അവരെ തട്ടിയിട്ടുണ്ട്. അമ്മ അന്ന് തുറന്നില്ല വാതിൽ. കാരണം പൊതുവേ ആരെങ്കിലും അപരിചിതന്മാർ വന്നാൽ അമ്മ തുറക്കാറില്ല. അന്ന് അമ്മ തുറന്നില്ല, അവരടുത്ത് പോകാൻ പറഞ്ഞു. അന്ന് അറിഞ്ഞത് അവർ താഴെ വന്നിട്ട് ഇങ്ങനെ വേസ്റ്റൊക്കെ ഉണ്ടോ, അമ്പലത്തിൽ പരിപാടി, ആറ്റുംകാല അമ്പലത്തിൽ പരിപാടി ഉണ്ടോ, വേസ്റ്റൊക്കെ ഉണ്ടോ, അതൊക്കെ ഞങ്ങൾക്ക് തരണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോയിരിക്കണത്. ആ 2 പേര് തന്നെയാണ് ഇന്നലെ വന്ന് നടത്തിയതെന്നാണ് അമ്മ ഉറപ്പായിട്ട് പറയുന്നത്. നഗരസഭയുടെ ആളുകൾ എന്നുള്ള പേരിലാണ് അവർ പറഞ്ഞത്. ഈ ലേഡി പറഞ്ഞത് കോർപ്പറേഷൻ ടാഗ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് അമ്മ പറയണത്. കോർപ്പറേഷൻ ആണെന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. അതുകൊണ്ടാണ് അമ്മ ലേഡി വന്നുകൊണ്ടാണ് വാതിൽ തുറന്നത്. മറ്റേവർ അന്ന് വന്നപ്പോൾ അന്നേ തുറന്നില്ല. ഇന്നലെ അവർക്കത് അറിയോ എന്തോ അറിയില്ല, ഈ തുറന്നപ്പോഴാണ് ഇവർ കയറി വന്നത്. നേരത്തെ വന്ന ആളുകൾ അമ്മയോട് നേരത്തെ സംസാരിച്ചു? ആദ്യം വന്ന ലേഡിയുമാണ് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഇതിന് മുമ്പ് വന്നവർ സംസാരിച്ചിട്ടില്ല. അമ്മ അന്ന് തുറന്നേ ഇല്ല. അമ്മ അന്ന് വാതിൽ തുറന്നില്ല. വാതിൽ കൊട്ടിയപ്പോൾ അമ്മ തുറക്കില്ല എന്ന് പോയിക്കോളാൻ പറഞ്ഞു. അവരെന്നെയാണ് ഇന്നലെ വന്നതെന്നാണ് അമ്മ പറയണത്. അമ്മയ്ക്ക് പരിക്ക് എങ്ങനെയാണ്? അമ്മയ്ക്ക് ഇപ്പം കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും അതിൻ്റെ ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ലല്ലോ, ആ ഷോക്ക് വിട്ടിട്ട് ഇതുവരെ മാറിയിട്ടില്ല. ആ ഒരു ഇതിലാണ് ഇപ്പോഴും അമ്മ. എന്നാലും ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ നോർമലായി വരുന്നു. ഇതന്നെയാണ് ഇന്നലെ പകൽ 10 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. പകൽ വീട്ടിൽ അതിക്രമിച്ച് കയറി ഇത്തരത്തിൽ ആഭരണം കവർന്നുകൊണ്ട് പോകുന്ന സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ക്യാമറമാൻ സുരേഷിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.